ഹായ് ഗൈസ്, ഇന്ന് ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഇമ്പീരിയർ റെസ്റ്റോറൻറ്റിൽ നിന്ന് അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ആലപ്പി ഫിഷ് കറി കഴിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഗീ റൈസും കൂടെയാണ് കഴിച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ മീൻ എന്താണെന്ന് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചപ്പം അവർക്ക് കറക്റ്റ് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഐക്കൂറയുടെയൊക്കെ കട്ട് പീസസ് ആയിട്ട് വരുന്ന എന്തോ മീനാണെന്നാണ് അവർ പറഞ്ഞത്. നെമ്മീൻ ആണെന്ന് ചോദിച്ചപ്പോൾ അല്ലാന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് അവർ പറഞ്ഞത്. ഏതായാലും ഇതിൻ്റെ അകത്തൊരു 3 വലിയ പീസ് മീനുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഈ ഗ്രേവിക്ക് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിരുന്നു, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഗ്രേവി ആയിരുന്നു. അവർ പറഞ്ഞത് അത്യാവശ്യം നല്ല സ്പൈസി ആയിരിക്കും, എരിവുണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ എരിവൊന്നുമില്ലായിരുന്നു. പിന്നെ അതുപോലെ ആ ഗ്രേവിയിലെ ആ ഫ്ലേവേഴ്സ് ഒന്നും ഈ മീനിലേക്ക് അങ്ങനെ പിടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ചിലപ്പം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ അതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് ഗ്രേവിയാണ്. അതുപോലെ ചോറിൻ്റെ ഗീ റൈസിൻ്റെ കൂട്ടത്തിലോ ചപ്പാത്തിയുടെ കൂട്ടത്തിലൊക്കെ ഓക്കെ ഗുഡാണ്. പറ്റുമെങ്കിൽ ട്രൈ